എക്സാം കാപ്സ്യൂൾ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടിരിക്കുമല്ലോ. ഇന്നത്തെ അധ്യായത്തിൽ RRBയുടെ NTPC അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി പരീക്ഷകളുടെ ഘടനയും തെരഞ്ഞെടുപ്പ് രീതികളെയും കുറിച്ച് കേൾക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന വിവിധ തരം എക്സാമുകളെക്കുറിച്ച് നമ്മൾ നോക്കി. അതിൽ NTPC എന്ന് പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാമുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കിയത്. ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സും എക്സാം പാറ്റേണിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. 2 ഘട്ടങ്ങളായി നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. അതിൽ ആദ്യഘട്ടം യോഗ്യതാ പരീക്ഷ മാത്രമാണ്. 2ാം ഘട്ടം അഥവാ CBT-2വിന്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്കും ലഭിക്കാൻ പോകുന്ന ജോലിയും തീരുമാനിക്കുന്നത്. അതിൽ തന്നെ ചില പോസ്റ്റുകൾക്ക് CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രിക് ടെസ്റ്റും തുടർന്ന് ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി തെളിയിക്കുന്ന സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ് ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിൽ വരുന്നത്. 2 ഘട്ടമായി നടക്കുന്ന എക്സാമിന്റെ ആദ്യഘട്ടത്തിൽ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറിൽ 1 മാർക്ക് വീതമുള്ള 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. തെറ്റുത്തരത്തിന് 1/3 അഥവാ 0.33 മാർക്ക് ലഭിച്ച മാർക്കിൽ നിന്ന് കുറയ്ക്കുന്ന നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റവും ഉണ്ട്. ഈ 100 ക്വസ്റ്റ്യൻ എന്നതിൽ 40 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് റീസണിംഗിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇനി 2ാം ഘട്ടത്തിൽ അതേ സിലബസ് തന്നെയാണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ 1 മാർക്ക് വീതമുള്ള 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് എന്ന വിഭാഗത്തിൽ നിന്നും 35 ക്വസ്റ്റ്യൻസ് വീതം മാത്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വിഭാഗത്തിൽ നിന്നും ചോദിക്കും. RRBയുടെ NTPC അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി പരീക്ഷാ ഘടനയെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും ഇന്നത്തെ അധ്യായത്തിൽ സംസാരിച്ചത് ഗോകുൽ വിജയൻ. എക്സാം കാപ്സ്യൂൾ.